കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഉത്രാളിക്കാവ് പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തട്ടകത്തിന്റെ കാതുകളിൽ ഭക്തിയുടെ തേന്മഴ പെയ്യിക്കാൻ ഉത്രാളിക്കാവിലമ്മ എന്ന പേരിൽ ഭക്തിഗാന വീഡിയോ ആൽബം എത്തി. പ്രകൃതി ക്രിയേഷൻസിന്റെ ബാനറിൽ ഡോക്ടർ പി സജീവ് കുമാർ തൂലിക ചലിപ്പിച്ച ഈ മനോഹര ഗാനശേഖരം ഉത്രാളിക്കാവ് ക്ഷേത്രമുറ്റത്ത് വെച്ച് പ്രകാശനം ചെയ്തു. പൂരപ്രേമികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആണ് ആൽബം സമർപ്പിച്ചത്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണന് ബ്രോഷർ നൽകിക്കൊണ്ടാണ് ഉത്രാളിക്കാവിലമ്മ എന്ന ഭക്തിഗാന ആൽബം പുറത്തിറക്കിയത്. ഡോക്ടർ പി സജീവ് കുമാർ രചന നിർവഹിച്ച ഈ ആൽബം പൂരക്കാലത്തെ ഭക്തി സാന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രകൃതി ക്രിയേഷൻസ് അണിയിച്ചൊരുക്കിയത്. ശരണം ഉള്ളു നൊന്തു ഞങ്ങൾ വിളിക്കുന്ന നേരം ഉത്തമരക്ഷാകാരിണിയല്ലു നീ ഉത്രാളിക്കാവിലമ്മേ ഭഗവതി. മേൽക്കൂരയില്ലാതെ മഴയും വെയിലും എല്ലാം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉത്രാളിക്കാവ് ഭഗവതി കുടികൊള്ളുന്നത്. നേരത്തെ മുല്ലയ്ക്കലാലിൻ്റെ ചുവട്ടിലായിരുന്നു. ഇവിടേക്ക് വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സംഗതികളുണ്ട്. ദേവിയുടെ കുഞ്ഞുട്ടി മൂത്താരെന്ന് പറയുന്ന വെളിച്ചപ്പാടിൻ്റെയും വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളുണ്ട്. നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവിൽ വടക്കാഞ്ചേരിയുടെ തലപ്പള്ളി താലൂക്കിൻ്റെ പഴയ കൊച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാവാണ് ഉത്രാളിക്കാവ്. നമുക്ക് ഒരുപാട് ഭക്തിസാന്ദ്രമായ ഒട്ടേറെ സാധ്യതകൾ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒട്ടേറെ സാധ്യതകൾ നമുക്ക് ഉണ്ട്. തീർച്ചയായും ഡോക്ടർ സജീവ് അതിനൊരു മുൻകൈയെടുത്തു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. പൂരത്തിന്റെ 3 വിഭാഗങ്ങളുടെയും ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, AK സതീഷ് കുമാർ, PR സുരേഷ് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, സെക്രട്ടറി PA ഗോകുലൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൂരത്തിന് എത്തുന്ന ഭക്തർക്കും കലാസ്നേഹികൾക്കും ഒരു പുത്തൻ അനുഭവമാകും ഈ ദൃശ്യാവിഷ്കാരമെന്ന് ഗാനരചയിതാവ് ഡോക്ടർ പി സജീവ് കുമാർ പറഞ്ഞു. മതിൽക്കെട്ടിൻ്റെ അപ്പുറമായിട്ട് രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഈ ഭഗവതി ഇരിക്കുന്നത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്, ആ മരത്തിൻ്റെ പേര് പൂവം എന്നുള്ളതാണ്. അപ്പോൾ ആ കേട്ട ആൾ പറഞ്ഞു, അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനത് കേട്ടത്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ശരി, പൂവത്തിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഈ വരി എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എഴുതി വെച്ചാണ് 2 വരികൾ. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പാട്ടായിട്ട് എഴുതി വെച്ചു. ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിൽ മെഡിക്കൽ കോളേജിലെ ഒരു ഫാർമസിസ്റ്റായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഭക്തിഗാനം എഴുതിയതായിട്ട് ധാരാളം ഭക്തിഗാനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗാനം അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അത് സംഗീതം നൽകി നല്ലപോലെ ആലപിച്ച് തരികയും എറണാകുളം ജില്ലയിലത്തെ ഒരാൾ ഈ ഉത്രാളിക്കാവിനെ കുറിച്ച് കേട്ടിറങ്ങിയിട്ട് അതൊരു ആൽബം ആക്കാനായിട്ട് അത് ക്യാമറ ആക്കിയിട്ട് വന്നു. അദ്ദേഹം കഴിഞ്ഞ മാസം ഇവിടെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അതൊരു ആൽബമായിട്ട് ഒറ്റ പാട്ട് ഈ ദേവിയെക്കുറിച്ചുള്ള ഭക്തിഗാനത്തിൻ്റെ ഒരു പാട്ട് ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഉത്തമരക്ഷാകാരിണിയല്ലു നീ ഉത്രാളിക്കാവിലമ്മേ ഭഗവതി.